ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇവിടുത്തെ ആദ്യത്തെ വ്യൂ പോയിൻ്റായ സൂയിസൈഡ് പോയിൻ്റ്, അതായത് ഇപ്പോഴത്തെ ഗ്രീൻ വാലി വ്യൂ പോയിൻ്റ്, അതിൻ്റെ എപ്പിസോഡ് എല്ലാവരും കണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് ഇനി അടുത്ത സ്ഥലത്ത് നമ്മൾ പോകുന്നത് എവിടെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഗുണ കേവ് അങ്ങനെ പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. ഗുണ കേവ്സ് അല്ലെങ്കിൽ ഡെവിൾസ് കിച്ചൺ. നമുക്ക് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ചെറിയൊരു പേടിയൊക്കെ ഉള്ളിൽ തോന്നൂല്ലേ? നമ്മളപ്പോൾ ആ പേടിപ്പെടുത്തുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ അത്യാവശ്യം നല്ല സ്ഥലമുണ്ട് കേട്ടോ. അത് പാർക്ക് ചെയ്ത് വരുമ്പോൾ ഈ ഗുണ കേവിൻ്റെ ഒരു നല്ലൊരു ബോർഡൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ട്രെൻഡി ആയിട്ടുള്ള മഞ്ഞുമ്മൽ ബോയ്സ് എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതിലുള്ള ഗുണ കേവ് കാണാൻ കേരളത്തിലുള്ള എല്ലാവരും പരക്കം പാഞ്ഞെത്തുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. എവിടെയാ? അതാണ് ഈ ഗുണ കേവ്. നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ തന്നെ ഗുണ കേവിലേക്കുള്ള എൻട്രി ഒക്കെ കാണാം കേട്ടോ. ആ എൻട്രി കാണുമ്പോൾ തന്നെ ഒരു വവ്വാലും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ഇത് കാണുമ്പോൾ തന്നെ ചെറിയൊരു പേടിയൊക്കെ നമുക്ക് തോന്നും. നമുക്കകത്തേക്ക് പ്രവേശിക്കാൻ ചെറിയൊരു എൻട്രി ഫീ ഒക്കെ ഉണ്ട്. അതുപോലെ നമ്മുടെ കയ്യിൽ ക്യാമറ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അകത്ത് കിടത്തണം എന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകം നമ്മൾ ഫീ ഒക്കെ കൊടുത്തിട്ട് വേണം അകത്തേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോവാം. ഇവിടെ ഇനിയിപ്പോൾ എന്തൊക്കെ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളത് ഒന്ന് നോക്കാം. നമ്മളിപ്പോൾ കൊടൈക്കനാൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗുണ കേവിലേക്ക് എത്തിച്ചേരാനായിട്ട് 10 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൈൻ ഫോറസ്റ്റ് പോലെയുള്ള നിറച്ച് ഒരുമാതിരി മരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ആ വഴിയിലൂടെ കുറച്ച് ദൂരം നടന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഗുണ കേവിൻ്റെ എൻട്രിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അങ്ങോട്ടേക്ക് നടന്നു പോകുന്ന വഴിയൊക്കെ അടിപൊളി ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇന്നിപ്പോൾ കോടയുള്ള ദിവസമൊന്നുമല്ല, എന്നാലും ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. അത് കാരണം നമുക്ക് ഇവിടുത്തെ വ്യൂസൊക്കെ നല്ല വിസിബിളാണ് കേട്ടോ. ക്ലിയറായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ സന്ദർശകർക്ക് കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഫെൻസ് ആരും കടന്നു പോകാനായിട്ട് ശ്രമിക്കരുത്, അത് പണിഷബിളാണ്. അതുപോലെ തന്നെ മ്യൂസിക് ഒന്നും പ്ലേ ചെയ്യാൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് അതിൻ്റെ ലോജിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. സൺഡേ ആയതുകൊണ്ട് ഇന്നിവിടെ നല്ല തിരക്കുള്ള ഒരു ദിവസമാണ് കേട്ടോ. നിറച്ചും ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നല്ല പൊടിപടലങ്ങൾ ഇങ്ങനെ പറക്കുന്നുണ്ട്. നല്ലൊരു മാസ്കൊക്കെ വെച്ച് പോയില്ലെങ്കിൽ നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. പൊടി നന്നായിട്ടുണ്ട് ഇവിടെ. കോടയില്ലാത്ത കാരണം നല്ലൊരു ക്ലിയർ വ്യൂ ആണ് കേട്ടോ നമുക്കിവിടെ കാണാൻ പറ്റുക. പക്ഷെ രണ്ടും ഒരു വ്യത്യസ്തമായ ആംബിയൻസാണ് സഞ്ചാരികൾക്ക് നൽകുന്നത്. കോടയുള്ള ടൈമാണെങ്കിലും ഇല്ലാത്ത ടൈമാണെങ്കിലും. പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന കുരങ്ങന്മാരുണ്ടല്ലോ, അത്യാവശ്യം ഡേഞ്ചറസ് ആണ് കേട്ടോ. നമ്മുടെ കയ്യിൽ വല്ല കവറ്, ഫോണ്, ബാഗ് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ പിടിച്ച് വലിച്ച് മരത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി ഒക്കെ താഴേക്ക് വലിച്ചെറിയുക, അങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസാണ് ഇവിടെ കാണാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ബാഗ്, മൊബൈല്, കവറുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. കൂടുതൽ ആൾക്കാരും നമ്മുടെ ഈ മരത്തിൻ്റെ വേരിൻ്റെ അവിടെയാണ് ഈ സമയം ചിലവാക്കുന്നത്. അടിപൊളി ഫോട്ടോ പോയിൻറ്റും കാര്യങ്ങളും മത്സരിച്ച് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട് അവിടെ. ഫോറസ്റ്റ് അധികൃതർ നല്ല രീതിയിൽ സഞ്ചാരികളെ സംരക്ഷിക്കാൻ വേണ്ടി ഫെൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും ഒരു സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടാണ് സഞ്ചാരികളെ ഇതിനകത്തേക്ക് കടത്തിവിടുന്നത്. എന്തായാലേ കാണാനുള്ളൊരു രസം, അടിപൊളിയാണ് കേട്ടോ കാഴ്ചകൾ ഇവിടുത്തെ. കൂടുതൽ ആൾക്കാരും തടിച്ചു കൂടി നിൽക്കുന്നത് ഈ വേരുകളുടെ ഭാഗങ്ങളിലായിട്ടാണ്.
നമുക്കിനി മഞ്ഞുമ്മൽ ബോയ്സിൽ കാണുന്ന ആ ഗേറ്റ് ആ കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കാണാം കേട്ടോ. ആ മൂവി കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഇവിടെ വരുമ്പോൾ കാര്യങ്ങൾ നല്ല വ്യക്തത ഉണ്ടാവും കേട്ടോ. ആദ്യമായിട്ട് വരുന്ന ഒരാൾക്ക് ഇവിടെ വന്ന് ഇത് കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. പക്ഷെ ആ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടുത്തെ കാര്യങ്ങളും ഓരോന്നിൻ്റെയും ഒരു ഭീകരതയും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അവർക്ക് അറിയാതെ. കേവിൻ്റെ ഉള്ളിലേക്കൊന്നും ഇപ്പം നമുക്ക് പ്രവേശനമില്ല കേട്ടോ. അതൊക്കെ നല്ല രീതിയിൽ ഗ്രില്ലൊക്കെ ഇട്ട് സേഫാക്കി വെച്ചിട്ടുണ്ട്, ആരും അതിനകത്ത് വീണ് പോവാതെയും പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ അഗാധമായ ആ കുഴി കാണുമ്പോൾ തന്നെ നല്ലൊരു പേടി ഫീൽ ചെയ്യും. ഈ വ്യൂ പോയിന്റിലെ വളരെ കുറച്ച് ഭാഗം മാത്രമാണ് സഞ്ചാരികൾക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ അതേ കണ്ടില്ലേ, നല്ല സേഫായിട്ട് ഇങ്ങനെ ഗ്രില്ലിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. ഈ ഭാഗമൊക്കെ ആ സിനിമ ഷൂട്ടിങ്ങിൽ കൃത്യമായിട്ട് കാണുന്നൊരു ഭാഗമാണ് കേട്ടോ. ഗേറ്റും അവിടെ നിന്ന് കടന്നതിലേ പോകുന്ന ഭാഗങ്ങളും ഒക്കെ നല്ല വിസിബിളാണ്, നമുക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും. കണ്ടോ, കേവ്സിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഗ്രില്ലിട്ടേക്കാണ്. ആൾക്കാർ എന്ത് ധൈര്യത്തിൽ അതിൻ്റെ മീതെ കൂടെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യണേ അല്ലേ. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആഘാതമായ കൊക്കയും നല്ല കുഴി പോലത്തെ ഗർത്തൊക്കെയാണ്. ആ ഗ്രില്ലൊന്നും അവിടെ ഇല്ലെങ്കിലത്തെ അവസ്ഥ ആലോചിക്കാൻ പോലും വയ്യ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഗ്യാപ്പിലേക്ക് വീണ് പോയാൽ തീർന്നു, പിന്നെ നോക്കണ്ട കേട്ടോ. ഏറ്റവും താഴേക്ക് എവിടെയൊക്കെയോ പോയി വീഴും, എവിടെയാണെന്ന് പോലും നിശ്ചയം ഉണ്ടാവില്ല. സിനിമ കണ്ടവർക്ക് അത് കൃത്യമായിട്ട് അറിയാൻ പറ്റും കേട്ടോ. അത് കാരണം ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ചിലപ്പോൾ കാണാത്തവരും ഉണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ പറയണത്. ഓരോ കുഴികളും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും കേട്ടോ. നല്ല താഴ്ചയിലേക്ക് തന്നെയാണ് ഇതൊക്കെ പോണത്. ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കിട്ടുന്ന ആ ഫീലുണ്ടല്ലോ, ഒന്നും പറയാനില്ല കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ ഏറ്റവും മുകളിൽ കയറിയിട്ട് നമ്മൾ ഈ ഗ്രില്ലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ തന്നെ കാഴ്ചകളുണ്ടല്ലോ, ഭയങ്കരം തന്നെയാണ് കേട്ടോ. നല്ല പേടിപ്പിക്കുന്ന കാഴ്ചകളാണ് താഴേക്ക് നോക്കുമ്പോൾ. ഈ ഇത്രയും ആഴത്തിലേക്കാണ് ഇവിടെ നിന്നുള്ള ആ കുഴിയിലൂടെ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി പതിക്കുക. പോയവരൊന്നും അധികം രക്ഷപ്പെട്ടിട്ടില്ല എന്നാണ് കണക്ക്. ഇവിടെ ഇനി തൊട്ടടുത്തായിട്ട് തന്നെ ഒരു വാച്ച് ടവർ ഉണ്ട് കേട്ടോ. പക്ഷേ അത് തുരുമ്പൊക്കെ എടുത്ത് ദ്രവിച്ച കാരണം ഇപ്പോൾ താൽക്കാലികമായിട്ട് ജനങ്ങളെ അതിൻ്റെ മുകളിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. കാഴ്ചകൾ പേടിയാവുമല്ലേ, ആൾക്കാർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല പോകുന്നത് എന്താണെന്നുള്ളത്. അതിൻ്റെ മുകളിൽ കൂടെയാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കയറി നടക്കുന്നത്. എങ്ങാനും ഉള്ളിൽ പോയാൽ തീർന്നു മക്കളെ എന്നുള്ളത് ആർക്കും അറിയില്ല. ഇതിൻ്റെ മുകളിൽ കയറി ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇറങ്ങുമ്പോൾ ചെറിയൊരു സന്തോഷം മനസ്സിന് തോന്നുന്നുണ്ടെങ്കിലും കുറേ പേരുടെ ജീവനെടുത്ത ഒരു സ്ഥലമാണെന്ന് ആലോചിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു ചങ്കിടിപ്പാണ് കേട്ടോ. അവിടുത്തെ ഈ മരിച്ച ആളുടെ ബോഡിയൊക്കെ എടുക്കുന്ന ഒരാളുണ്ടായിരുന്നു, ഒരു ജോസഫ് എന്ന് പറഞ്ഞിട്ട്. ആളൊരു 9 ബോഡിയോളം ഇതിനകത്തുനിന്ന് എടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ കുറേ അസ്ഥിക്കൂടങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. കമലഹാസൻ അഭിനയിച്ച ഗുണ എന്ന് പറഞ്ഞ പടമാണ് ഇവിടെ വമ്പിച്ച ഹിറ്റായത് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ എല്ലാവരും സുഭാഷ് ഏട്ടാ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയിൽ സുഭാഷ് ഒരു കേവിനകത്ത് വീഴില്ലേ, അപ്പോൾ എല്ലാവരും സുഭാഷ് ഏട്ടാ സുഭാഷ് ഏട്ടാ എന്ന് ഇവിടെ എൻ്റെ മുകളിൽ കയറി നിന്ന് വിളിക്കണൊക്കെ കാണാം. ഒരു കുരങ്ങനെ ആർക്കും ഒരു ചുട്ട പണി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആരുടെ ബാഗ് എടുത്ത് മുകളിലേക്ക് പോയിട്ട് ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് പൈസയൊക്കെ പുറത്തേക്ക് വലിച്ചെറിയുന്നുണ്ട്, ഫോണ് വലിച്ചെറിയുന്നുണ്ട്, പിന്നെ കുറേ പേപ്പറുകൾ അതിൽ നിന്ന് വലിച്ചെറിയുന്നുണ്ട്. പക്ഷെ ബാഗ് മാത്രം താഴേക്ക് ഇടുന്നില്ല. എന്ത് കഷ്ടമല്ലേ.
എല്ലാവരും മുകളിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്, എങ്ങനെ കുരങ്ങൻ്റെ കയ്യിൽ നിന്ന് അത് തിരിച്ച് മേടിക്കാമെന്ന് നോക്കിയിട്ട്. ഇപ്പോൾ ഗുണ കേവിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാണാമെന്നുള്ളത് മനസ്സിലായില്ലേ? നിങ്ങൾ വരുമ്പോൾ ഒരു ഒഴിവ് ദിവസം നോക്കി വരാതെ വർക്കിംഗ് ഡേയ്സ് നോക്കി വരിക കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ ഈ ആൾക്കാരെ തിരക്കൊക്കെ ഒന്ന് ഒഴിവാക്കാൻ പറ്റും. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സമയമൊക്കെ ഇവിടെ ചിലവഴിച്ചിട്ട് വേണം മടങ്ങി പോകാൻ. ഇവിടെ സ്കൂളിൽ നിന്നാണ് തോന്നുന്നുണ്ട്, കുറേ സ്കൂൾ കുട്ടികളൊക്കെ കാണാനുണ്ട് യൂണിഫോമൊക്കെ ഇട്ടിട്ട്. ഇത് കാണിക്കാൻ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ ഗുണ കേവ്സിൻ്റെ അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങാൻ നോക്കുകയാണ് പതുക്കെ. നല്ല തിരക്കാണ്, ജനം സമുദ്രം പോലെയാണ് ഈ കാഴ്ചകൾ കാണാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. തിരികെ പോകുമ്പോൾ നമ്മൾ ചുറ്റിലും കാണുന്നത് നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള സ്ഥലങ്ങളാണ് കേട്ടോ. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, ഇതിനകത്ത് നമുക്ക് പെയ്ഡായിട്ട് ബാത്റൂം സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ലേഡീസ് ആയാലും ജെൻസ് ആയാലും ഇവിടെ ഇതിനകത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാത്റൂമിൽ പോകാനൊന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് തന്നെ അതിനുള്ള സജ്ജീകരണങ്ങളുണ്ട്. എന്ത് രസമല്ലേ കാണാനായിട്ട്. ഇപ്പോൾ ഫോഗൊന്നും ഇല്ലാത്ത കാരണം അതിൻ്റെ ശരിക്കുള്ള ഒരു വൈബ് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ആ ഫോഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത്ര വിസിബിളും ആവില്ല വ്യൂ. നമുക്കിനി അപ്പോൾ ഗുണ കേവിൽ നിന്ന് പതുക്കെ ഇറങ്ങാം. കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് അടുത്ത സ്പോട്ട് എങ്ങോട്ടാണ് പോകേണ്ടത്? എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത സ്പോട്ടിന് നമ്മൾ പോകാൻ പോണത് പൈൻ ഫോറസ്റ്റിലേക്കാണ് കേട്ടോ. അപ്പം ഇനി അടുത്ത യാത്ര സീരീസായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.